ഗൈസ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ചങ്കരല്ലേ? ആ ചങ്കരം പോവാം. പോവല്ലേ? വണ്ടി എടുത്തോ. വ്ലോഗ് ചെയ്ത് തകർക്കും. ഞങ്ങളോട് രണ്ടുപേരുണ്ടായിരുന്നു. അവർക്ക് ഉറക്കമാണ് പ്രധാനമെന്ന് പറഞ്ഞത് കൊണ്ട് വരാൻ പറ്റിയില്ല. 200 രൂപ കടിച്ചു. 200 രൂപ പിന്നെ ചങ്ങരത്തോടെ എത്ര രൂപ വേണം? 11 കിലോമീറ്റർ തികച്ചില്ല. 200 കുറവാ. ഇപ്പോഴത്തെ പെട്രോളിന്റെ വില എവിടെ നിക്കാന്ന് വിചാരിച്ചേക്കുന്നത്? 200 രൂപ കഴിച്ചാൽ കയറും. 100 രൂപയെങ്കിലും അടിക്കാം. 3 പേരല്ലേ 300 രൂപ കടിക്കാം. ഇതെന്നെ ആളുണ്ട് പെട്രോൾ അടിക്കണം. നീ വരുമാനമൊന്നും ആയില്ലാട്ടെ യൂട്യൂബിൽ നിന്ന്. ഫസ്റ്റ് വീഡിയോ പോലും ഇട്ടിട്ടില്ല. ഇതെന്ത് പെട്രോൾ അടിക്കാം. ഇറങ്ങി നടന്ന് തള്ളിക്കൊണ്ട് വരാൻ വേണ്ടി. ആവോ മൈൻഡ് ഉണ്ടാ? എനിക്ക് മൈൻഡ് ഇല്ല. അല്ല നീ ഇവൻ തള്ളിക്കോളൂ. ഇവനല്ലേ നമുക്ക് നടന്നു പോ. അവിടെ നടന്നു പോണ ഒരു വീഡിയോ ഒരു ദിവസം നടന്നു. നമുക്ക് ഒരു ദിവസം രാവിലെ നടക്കാം. രാവിലെ നമുക്ക് അഴുകി കറന്നാലോ? അതെ അതെ. ചേട്ടാ ഗൂഗിൾ പേ നമുക്ക് 2 രീതിയിൽ പോകാന്നാണ്. നമ്മളിപ്പോ അഴീക്ക വഴിയാണ് നമ്മൾ പോകുന്നത്. അഴീക്കൽ ചെമ്പകശ്ശേരി ബിവറേജിന്റെ മുമ്പിൽ കൂടി. അതെ. അവിടെ ഒരു വെറ്റ് ലാൻഡ് ഉണ്ട്. നമുക്ക് അതും കാണിച്ചു തരാം. വെറ്റ് ലാൻഡ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഫ്ലമിംഗോസ് അവിടെയും ഫ്ലമിംഗോസ് ഒക്കെ വരുന്നതാണ്. ചിലപ്പോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അന്ന് ഇഷ്ടം പോലെ ഫ്ലമിംഗോസ് വന്നതിന്റെ ഒരു വീഡിയോ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടുതരാം. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്കത് കാണാൻ സാധിക്കും. അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്? ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും എനിക്ക് അറിയത്തില്ല. നമ്മളിപ്പോ ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പത്മാഷിക്കാവിൽ എത്തുമ്പോ നമ്മൾ അകത്തേക്ക് കയറുക. ലെഫ്റ്റിലേക്ക് കയറി പത്മാഷിക്കാവിലെ ജംഗ്ഷനിൽ നിന്ന് അതിമനോഹരമായ ബീച്ചിന്റെ അങ്ങോട്ട് പോണ വഴി ബിവറേജ് വഴി നമുക്ക് ബിവറേജിൽ നിന്ന് കുപ്പിയും വാങ്ങി ബീച്ചും കണ്ട്. നമ്മള് മദ്യപാനമൊന്നുമില്ല. എന്നാലും മദ്യപിക്കേണ്ടവർക്ക് ഇൻജോറിയസ് ടു ഹെൽത്ത്, ആൾസോ റെക്ലെസ് ഡ്രൈവിംഗ്. ഗൈസ് ഇതാണ് സ്ഥലം. ഇതാണ് നൈസാണ്. പക്ഷെ ഇവിടെ ക്ലൈമറ്റ് കൊള്ളാം അല്ലേ? പ്രത്യേക മഴ പോയിട്ട് ഇപ്പൊ വെയിലായി കിട്ടാണ്ട്. ആ മണൽ മാഫിയാണ് ആ പോകുന്നത് ബൈക്കിൽ. ഒരു വർഷങ്ങളായി മണൽ കിടക്കുന്നതാണ്. ആടാ പുള്ളി വീട് വെച്ചിട്ട് വീടിന്റെ അവിടെ മൊത്തം മണ്ണാക്കി പുള്ളിയാ പറഞ്ഞാട്ടെ. ആരോപണം ഉന്നയിച്ച് മണൽ വേണ്ട അതൊന്നും അത് വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇവനെ പറഞ്ഞ അതെ അതെ ഞാൻ പറഞ്ഞ ആരാ ചോദിക്കാൻ. പോവാം. ഇവിടെ നൈസാണ്. നമ്മളിത് കഴിഞ്ഞ് നമ്മൾ എത്താൻ പോകുന്നത് ബീച്ച്. കണ്ടോ? 10-20 വർഷം 10-15 വർഷം മുമ്പ് ഇത് പണിയുമ്പോൾ നല്ല മനോഹരമായിരുന്നു. പിന്നെ ആൾക്കാരുടെ കയ്യിരിപ്പ് കൊണ്ട് ഇങ്ങനെ മാറി. പൊഴിമുറിച്ചോണ്ടിരിക്കല്ലേ? പൊഴിമുറിച്ച് കൊണ്ടിരിക്കുന്നു. അതെ മുറിച്ചോണ്ടിരിക്കുക. പൊഴിമുറിക്കുന്നതിന്റെ വീഡിയോ കാണാം. ക്രിക്കറ്റ് കളിക്കാനുണ്ട്. അപ്പുറത്തല്ലേ? മൈറ്റിൽ വരണം. ഇപ്പൊ മുറിയോ? അറിയാൻ കഴിഞ്ഞു. 2-3 ഇപ്പൊ തീരത്തില്ല. അപ്പൊ ഇത് ഞാനോർത്തി അറ്റത്തായ കാരണം തീരുമായിരിക്കും. വലുതാക്കി പിന്നെ വലുതായി വരുമല്ലേ അവരുടെ. അല്ല കുറച്ച് പൊട്ടിച്ചാ പോരെ. 2-3 JCB വെച്ച് മുറിക്കണ ഇവന്റെ വീഡിയോ കാരണം 2-3 JCB ലക്ഷങ്ങളുടെ പരിപാടിയാണ്. 2-3 JCB ഉണ്ടാവും ഇപ്പോൾ തന്നെ. വഴി മുറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ ഇങ്ങനെയാണോ വഴി മുറിയണത്? ഇങ്ങനെ മുറിഞ്ഞ ഇല്ലല്ല. വിവരമുള്ളവൻ പറ. അപ്പൊ മുറിഞ്ഞിട്ടില്ല.
വെള്ളമാണ് ഞങ്ങൾ പതിയെ ആഴം കൂടി ഇതിന് ഓടി 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 അപ്പൊ കുറെ സമയം എടുക്കും. ഏറ്റവും കയറിയല്ലോ ആ സമയത്ത് വെള്ളം ഓവറായിട്ട് കയറില്ല ഇങ്ങോട്ട് രാവിലെ അല്ലോ വെള്ളം കണ്ട അങ്ങോട്ടല്ലോ. ഞാൻ നിങ്ങൾ പറയുന്ന മനസ്സിലൊക്കെ വിശ്വസിച്ചെന്ത് എന്ത് പറഞ്ഞാൽ എനിക്കറിയില്ല. തല്ലിത്തീർക്കാൻ അടുത്ത വീഡിയോയിൽ രണ്ടുപേരെ ഉണ്ടാവുള്ളൂ. കുത്തിനെ പിടിച്ചാണ് പോയത്. കാന്തവും പോയി ഇന്ന് തന്നെ മൈക്ക് തീർക്കി ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചാനലില് ശരിക്കും 5 പേരുടെ ചാനലായിരുന്നു. ഇപ്പൊ 2 പേര് പൊലിഞ്ഞു പോയി. ഇന്നൊരാള് തല്ലി തീരുകയും ചെയ്യും. ബലി കൊടുക്കും അഴിക്കുക. ആളെ വെച്ച് പ്രശ്നക്കാരാണ്. ആവശ്യമില്ലാത്തൊന്നും പറയാം. മുഖം നോക്കി കറക്റ്റ് പോലീസ് കേട്ടാ. അത് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു SI എങ്ങനെയാണോ നമ്മുടെ സങ്കല്പത്തിലുള്ള ആ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ ആ ഗാംഭീര്യം കേട്ടാ. ഒന്ന് സംസാരിച്ചേ. ഗാംഭീര്യമാണ്. ആളിച്ചിരി പ്രശ്നക്കാരനാണ്. നമുക്ക് ഇനി ചങ്ങരത്തോട്ട് പോവാം. ഇപ്പൊ മഴ പെയ്യാൻ നമുക്ക് വണ്ടിക്കകത്തോട്ട് പോയിരിക്കും. ഇല്ല നനയെ കൂടെയൊന്നും ഇല്ല ഗൈസ്. നല്ല മഴയാണ്. എനിക്ക് ക്യാമറയിൽ കൂടെ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല മഴയുണ്ട്. നമുക്ക് പാലത്തിൽ ചെന്ന് കഴിഞ്ഞാലും പക്ഷെ ഇപ്പൊ നേരത്തെ ഇപ്പൊ കുറച്ചാളെ വന്നിട്ട് നെല്ലൊന്നും അല്ല. നല്ല മഴയുണ്ട്. ഇവിടുന്ന് മറ്റേ സീക്രട്ട് ഏജന്റ് ആയി. നമുക്കൊരു സിനിമ റിവ്യൂ ചെയ്യാം. പല പല കണ്ടന്റ് ഇതിനകത്ത് വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊരു കണ്ടന്റിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. എല്ലാ കണ്ടന്റും എല്ലാ കണ്ടന്റും ഉണ്ടാവും. പാലം ഇങ്ങനെ കണ്ടെത്തുന്നുള്ള ഭംഗി തോന്നിക്കുന്നൊന്നും പറയാൻ പറ്റിയൊന്നുമില്ല. നമുക്ക് വന്നാൽ ആ ഫീൽ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അത് തന്നെ. പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു കളർഫുൾ ആയിട്ട് അവിടെ നല്ല വ്യൂ. അവിടുത്തെ വ്യൂ ആണ് നൈസ്. പക്ഷെ ഇത് രാവിലെ അടിപൊളിയാണ്. പക്ഷെ കാണാൻ കുറച്ച് മഴ കുറയുമ്പോൾ ഈ ഒരു മൂടി കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ ഇപ്പൊ ഫുള്ള് വെള്ളമാ. ഈ പുല്ലൊക്കെ വളർന്നിരിക്കുന്ന ടൈമിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നിങ്ങാട്ട് സൂര്യനെ ഉദിച്ചു വരുമ്പോ ചെറിയ ചെറിയ മഴ പോയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഇന്ന് കാണാൻ പറ്റില്ല ഗൈസ്. പക്ഷെ ഇല്ല മറ്റേ ബേസിക്കലി പാലം ഐലൻഡ് പോലെ കിടന്ന. പക്ഷെ വ്യൂ ഏത് കമ്പോല ചീനവല. ചങ്ങരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് ദൂരെ ഒരു പള്ളി കാണുന്നില്ല. അതാണ് ചെല്ലാനം പള്ളി. പുതിയ പള്ളി പണിയാണ്. ഇത് വലിയ പള്ളിയാണ്. വർഷങ്ങളായി പണിയാൻ തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ചങ്ങരം. വെൽക്കം ടു ചങ്ങരം. ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ തോന്നുന്നു. എവിടെയൊക്കെയോ വീഡിയോയിൽ എന്തോ കണ്ടായിരുന്നു. പള്ളിത്തോട് പള്ളിയാണോ? ചെല്ലാനം പള്ളിയാണ്. നമ്മളപ്പുറത്തേക്ക് ഇറങ്ങാൻ ചെല്ലാനാണ്. ഹാർബറിന്റെ ഇപ്പുറത്ത് എത്തും നമ്മള്. ആളാ പുതിയ കിട്ടില്ല. ഇവിടെ എവിടെയോ കടത്തുണ്ടെന്നല്ലേ നോക്കാൻ കേട്ടെ. കടത്തിൻ്റെ വെള്ളവും കായലൊക്കെ തോടൊക്കെ ഉണ്ട്. വളക്കാൻ പറ്റുമോ അങ്ങോട്ട്? അവിടെ റോഡുണ്ട് അപ്പുറത്തേക്ക്. അവിടെ വളക്കാം.
വളക്കാൻ പറ്റും അതിനറിയാം. കണ്ടാ മതി. ഇതാണ് അന്ത്യം. ഏതാണ് ഈ റോഡിൽ ഇപ്പം അവസാനിക്കും. ഇവിടുന്ന് കടത്തുണ്ടാവും. ഫ്രീ കടത്താണ്. അങ്ങോട്ട് വളക്കട്ടെ. പിന്നെ എന്തെങ്കിലും കൊടുക്കണം. അവനെ വളക്കാം. ആ വന്ന റോഡ് ഇവിടെ അവസാനിച്ച് ടൈമൊക്കെ മൂടിപ്പോയല്ലേ. ഇവിടുന്ന് കടത്ത് വെള്ളം ഉണ്ടാവും. ഇന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ കടത്ത് വെള്ളമുണ്ട്. ഇവിടുന്ന് കടത്ത് കയറി നമ്മൾ എത്തുന്നത് അപ്പുറത്ത് ചെല്ലാനാണ്. നമ്മുടെ ഹാർബർ ബീച്ച് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ചങ്ങന ഐലൻഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മളെ ചങ്ങനം റോഡ് വഴി വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ചങ്ങാടല്ലേ ഈ വള്ളത്തിൽ കയറി നമ്മൾ അപ്പുറത്തെത്തി അവിടെ നിന്ന് നടന്ന് ചെല്ലാനം ഹാർബറിൽ പോവാം. ചെല്ലാനം ബീച്ചുണ്ട്.